IELTS-ലെ റൈറ്റിംഗ് ടാസ്ക് കൊണ്ട് ഹയർ ബാൻഡ് സ്കോർ കിട്ടാനായിട്ടുള്ള കുറച്ച് കീവേഡ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഐ ആം ആൻ IELTS ട്രെയിനർ ഫ്രം BMAX അക്കാഡമി ആൻഡ് ലെറ്റ് സ്റ്റാർട്ട്. സ്പെസിഫിക്കലി നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത് IELTS-ൻ്റെ അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് കൊണ്ടാണ്. റൈറ്റിംഗ് ടാസ്ക് കൊണ്ടിൽ തന്നെ ലൈൻ ഗ്രാഫ്സിലാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. കാരണം കൂടുതൽ ചോദിച്ച് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ലൈൻ ഗ്രാഫ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ടൈപ്പാണ്. ഒരു ലൈൻ ഗ്രാഫ് എന്ന് പറയുമ്പം അതിൻ്റെ എലമെൻസിനനുസരിച്ച് അതിനകത്ത് പല ട്രെൻഡ്സ് നമുക്ക് കാണാം. ഒന്നെങ്കിൽ അതൊരു ഇൻക്രീസിങ് ട്രെൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിക്രീസിങ് ട്രെൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്യുന്ന ട്രെൻഡ് ആയിരിക്കാം. ഈ മൂന്ന് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കീവേഡ്സ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഒരു ഇൻക്രീസ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വേർഡ് ഈസ് റൈസ്. ഇറ്റ്സ് എ സിമ്പിൾ വേർഡ്. ദ നെക്സ്റ്റ് വേർഡ് ഈസ് സോർ. സോർ എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഇൻക്രീസ് സംഭവിക്കുമ്പോൾ മെൻഷൻ ചെയ്യുന്ന ഒരു വേർഡാണ് സോർ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് എസ്കലേറ്റ്. എസ്കലേറ്റ് എന്നൊരു വേർഡും ഇതിനകത്ത് ആപ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഡിക്രീസ് സംഭവിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ്. ഡിഗ്രി സംഭവിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സോർ പോലത്തെ വേർഡാണ് പ്ലമറ്റ്. അതിനൊരു ആൻറ്റോണിമായിട്ട് പറയാൻ പറ്റുന്ന വേർഡാണ് പ്ലമറ്റ് എന്ന് പറയുന്നത്. അതായത് റാപ്പിഡായിട്ടൊരു ഡിഗ്രി സംഭവിക്കുന്നെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് പ്ലമറ്റ്. പിന്നെ ഡ്രോപ്പ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് ഒരു ലൈൻ ഗ്രാഫിലെ ഡിക്രീസിങ് ട്രെൻഡ് മെൻഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ്. പിന്നെ ഡിക്രീസ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യാം. പിന്നെ ഡിപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇനി മൂന്നാമത് പറഞ്ഞ കാര്യമാണ് റാപ്പിഡായിട്ടുള്ള വേരിയേഷൻസ് കാണിക്കാൻ വേണ്ടി. അത് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഫ്ലക്ച്വേറ്റ്. അതേപോലെ തന്നെ നമുക്ക് വോളറ്റൈൽ എന്ന വേർഡ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇറാറ്റിക് എന്ന് പറയുന്നൊരു വേർഡ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ അൺസ്റ്റെബിലിറ്റി. ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾ കറക്റ്റ് റൈറ്റിംഗ് കോൺടാക്സിൽ വേണം യൂസ് ചെയ്യാൻ. ഞാൻ ജസ്റ്റ് ആ വേർഡ്സ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. So that is the end of our short session, and follow and join BMAX Academy for more.